നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴ ശക്തമാകുമെന്ന വാർത്ത കഴിഞ്ഞ 2 ദിവസമായി മുന്നറിയിപ്പായി വന്നിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ മലയോര മേഖലകളിലൊക്കെ തന്നെ മഴയുണ്ടായിരുന്നു. ഇനി വരും മണിക്കൂറിൽ ശക്തമായ മഴ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും വരികയാണ്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ നേരിയതോ ഇടത്തരവുമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ ലഭിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എന്നാൽ എവിടെയും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദം വടക്കു പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് നീങ്ങി ഇന്നലെ ഉച്ചയോടെ വടക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ഈ ട്രിഗോമലിക്കും ഈ ജഫാനയും ഇടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിന് സമീപം തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത്. ഒപ്പം അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂർ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മഴ ശക്തമാകാൻ തന്നെയാണ് പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. നിലവിൽ കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒക്കെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് നമുക്കിത് പരീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ഇത് നോക്കേണ്ടത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സാഹചര്യങ്ങൾ കൂടുതൽ വിലയിരുത്തുമ്പോൾ സംസ്ഥാനത്ത് ശക്തമായ മഴ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ ഘട്ടത്തിലാണ് നമുക്ക് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കൂടി ഈ ഒരു പോസ്റ്റ് കൂടി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായും ഇതേ റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. കേരളത്തിൽ മഴ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ട് അല്പസമയം മുൻപ് 34 മിനിറ്റ് മുൻപ് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് പുറപ്പെടുവിച്ച നൗകാസ്റ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാം. പുറപ്പെടുവിച്ച സമയം 7 മണിയാണ്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. വകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണ പ്രകാരം തന്നെ മലയോര മേഖലകളിലും അല്ലാതിടങ്ങളിലും ഒക്കെ തന്നെ മഴ ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനവും നൽകിയിരിക്കുകയാണ്. ഒട്ടുമിക്ക ഇടങ്ങളിലും ഗ്രീൻ അലേർട്ടുകളൊക്കെ തന്നെ കണ്ടുവരുന്നുണ്ട്. ഗ്രീൻ അലേർട്ട് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട സാഹചര്യത്തിൽ ചെറിയ തോതിലുള്ള ഒരു മഴ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് പച്ച മുന്നറിയിപ്പ് എന്ന് പറയുമ്പോൾ നേരിയതോ മിതമോ ആയിട്ടുള്ള മഴയുടെ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, പത്തനംതിട്ട, ഇടുക്കി തുടങ്ങിയ ജില്ലകളിലൊക്കെ തന്നെ മഴയുടെ സാധ്യതയുണ്ട്. ഒട്ടുമിക്ക ഇന്നത്തെ ദിവസത്തെയുള്ള റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്കയിടത്തും, അതായത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും നേരിയതോ ഇടത്തരമോ ആയിട്ടുള്ള മഴയുടെ സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ വന്നിരിക്കുന്നത്.